നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യോഗത്തെക്കുറിച്ചാണ്. ഗ്രഹങ്ങളുടെ യോഗം. വരാഹമിഹിര ഹോരയിലും ദ്വിഗ്രഹയോഗം, ത്രിഗ്രഹയോഗം, ചതുർഗ്രഹയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് യോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളിവിടെ രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച്, അതായത് രാഹുകേതുക്കളോടൊപ്പം മറ്റ് പഞ്ചതാരാഗ്രഹങ്ങളും അതുപോലെ തന്നെ സൂര്യചന്ദ്രന്മാരും യോഗം ചെയ്താൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് വരാറുണ്ട്, ഈ രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്താൽ എന്തായിരിക്കും ഫലം എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഇന്ന് മുതൽ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. രാഹുകേതുക്കളെ ബേസ് ചെയ്തിട്ട് അവരുടെ കൂടെ യോഗം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളാണ്. അറിയാമല്ലോ, രാഹു എന്ന് പറയുന്നതും കേതു എന്ന് പറയുന്നതും സൂര്യചന്ദ്രന്മാരുടെ ഇടയിലുള്ള രണ്ട് നോഡുകളാണ്, രണ്ട് പോയിന്റുകളാണെന്നുള്ളത് അറിയാമല്ലോ. അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നേരത്തെയുള്ള വീഡിയോസ് കണ്ടോളുക. അത് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആവർത്തന വിരസത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് പോയി കണ്ടോളുക. ഇവിടെ നമ്മൾ ആത്മാവാണ് അല്ലെങ്കിൽ ഈഗോയാണ്, ഞാനെന്ന പറഞ്ഞ ബോധമാണ് സൂര്യനെന്നെങ്കിൽ മനസ്സാണ്, ചിന്തകളാണ് ചന്ദ്രൻ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ രാഹുകേതുക്കളിൽ രാഹു പറയുന്നത് മൂവബിൾ ആയിട്ടുള്ളതും കേതു എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഫലങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സും ആത്മാവും തമ്മിലുള്ള ചേർച്ചയില്ലായ്മയ്ക്ക് ചേരാത്തതിൻ്റെ, ഇപ്പം മനസ്സും ആത്മാവും തമ്മിൽ നമ്മുടെ വ്യക്തിബോധവും നമ്മുടെ ബിഹേവിയറും നമ്മുടെ മനസ്സും നമ്മുടെ ക്യാരക്ടറും തമ്മിൽ എപ്പോഴും ചേരാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം, എപ്പോഴും ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾക്ക് കാരണം കർമ്മമാണ്. അതപ്പോൾ അതെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, എങ്ങനെ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആരാണ്? രാഹു. ഏതൊക്കെ ഏരിയകൾ നമുക്ക് വരും എന്നുള്ളത് നമ്മളെ പറഞ്ഞു തരുന്ന ആരാണ്? കേതു. ഇത്രയും അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമുക്കിനി പഠിക്കാനുള്ളത് കൺജങ്ഷൻ അഥവാ യോഗമാണ്. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൺജങ്ഷൻ അഥവാ യോഗത്തെക്കുറിച്ച് പഠിക്കുമ്പം നമുക്കൊരു 3-4 റൂളുകൾ മനസ്സിലാക്കി വെക്കണം. ആ റൂൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണം നിങ്ങളുടേതായ രീതിയിൽ ഇതിൻ്റെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള റൂളുകളും ഉണ്ടാക്കാം. ഇവിടെ ഈ ബേസിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ സബ്ജക്റ്റിനെ അനലൈസ് ചെയ്യാൻ. അതിലെ റൂൾ നമ്പർ 1 സൈനാണ്, അതായത് രാശിയുടെ സ്വരൂപവും രാശിയുടെ സ്വഭാവവുമാണ്. അത് പഠിക്കണം. അത് നന്നായിട്ട് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ, രാശിയുടെ സൈക്കോളജിക്കൽ ടോൺ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഗ്രഹങ്ങൾ അവിടെ യോഗം ചെയ്തു കഴിഞ്ഞാൽ എന്താ ഫലം എന്നുള്ളത് മനസ്സിലാവും. ഇപ്പം ഉദാഹരണത്തിന് ഒരു രാശിയുടെ സൈക്കോളജിക്കൽ ടോണ് ഷുഗർ ആണെന്നിരിക്കുന്നത്, പഞ്ചാരയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് മോര് വന്ന് നിൽക്കാം, കയ്പുള്ളത് വന്ന് നിൽക്കാം, പുളിയുള്ളത് വന്ന് നിൽക്കാം. ഏത് വന്ന് നിന്നാൽ ഈ പഞ്ചാര എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത്, ഇതിൻ്റെ ഫലം ഗുണമായിട്ടാണോ ദോഷമായിട്ടാണോ വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സൈക്കോളജിക്കൽ ടോൺ മനസ്സിലാക്കണം. അതൊന്നാമത്തേത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ രുചികളുടെ ക്വാളിറ്റീസ് ഓഫ് എക്സ്പീരിയൻസസ് ആണ് വാസ്തവത്തിൽ ഈ സൈൻ നമുക്ക് തരുന്നത്. മേടൻ രാശിയുടെ സ്വഭാവമല്ല കുജൻ്റെ തന്നെ രാശിയായിട്ടുള്ള വൃശ്ചികത്തിൻ്റേത്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ശുക്രൻ്റെ രാശിയായിട്ടുള്ള തുലാത്തിൻ്റെ സ്വഭാവമല്ല ഇടവത്തിന്. കാരണം ശനിക്ക് ഒട്ടും ചേരാത്ത ഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ ഉച്ചയാവുന്ന സ്ഥലമാണ് ഇടവം. അതേപോലെ തന്നെ ചന്ദ്രൻ ഒട്ടും ചേരാത്ത ശനിക്ക് ഏറ്റവും കൂടുതൽ ബലം വരുന്ന സ്ഥലമാണ് തുലാം. അപ്പം അവിടെ രാശിയുടെ സ്വഭാവത്തിൽ തന്നെ ഒരേ ആധിപത്യമുള്ള ആണെന്ന് വെച്ചിട്ട് സ്വഭാവത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റീസ് ഓഫ് എക്സ്പീരിയൻസസ് സൈനാണ്. അപ്പം 12 രാശികൾക്ക് ഋഷിമാർ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. നമ്പർ 1. അടുത്തത് റൂൾ നമ്പർ 2 സർക്കംസ്റ്റാൻഷ്യൽ ടോണാണ്. അത് ഭാവമാണ്. ലഗ്നാൽ ഇത് എത്രാം ഭാവത്തിലാണ് എന്നുള്ളതാണ് ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. ആ ഗ്രഹം അവിടെ നിന്ന് അത് കൺജങ്ഷൻ വന്നിരിക്കുന്നത്, യോഗം വന്നിരിക്കുന്നത് ഏത് ഭാവത്തിലാണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് വരുന്നത് ഇതുമായിട്ട്. ഇപ്പോൾ 2ാം ഭാവത്തിലെ കേതു ആണെങ്കിൽ 2ാം ഭാവത്തിൻ്റെ ഫീൽഡ് നമ്മളെ നന്നായിട്ട്, 2ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരനുഭവങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ ഫേസ് ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. എന്താ പറയുക, സർക്കംസ്റ്റാൻഷ്യൽ ടോൺ. അത് എവിടെയാണ് 2ാം ഭാവം ധനം വിദ്യയൊക്കെ, അപ്പോൾ അവിടെയാണത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം സൈക്കോളജിക്കൽ ടോൺ എങ്ങനെയാണ് സംഭവിക്കുമ്പോൾ അതിൻ്റെ സൈക്കോളജി ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് ആ രാശിയുടെ ചിഹ്നം നമുക്ക് തരുന്ന സൂചനയാണ്. ഓഫ് എക്സ്പ്രഷൻസ്, അതായത് സൈക്കോളജിക്കൽ ടോൺ ഓഫ് പ്ലാനറ്റാണ്. അതായത് ഒരു വ്യാഴം തരുന്ന
വ്യാഴം കേതുവായിട്ട് യോഗം ചെയ്യുന്ന, രാഹുവായിട്ട് യോഗം ചെയ്യുന്ന പോലെയല്ല ശുക്രൻ യോഗം ചെയ്യുന്നത്. ശുക്രൻ യോഗം ചെയ്യുന്ന പോലെയല്ല കുജൻ യോഗം ചെയ്യുന്നത്. കുജൻ യോഗം ചെയ്യുന്ന പോലെയല്ല ശനി യോഗം ചെയ്തത്. ശനി യോഗം ചെയ്യുന്ന പോലെയല്ല രവി യോഗം ചെയ്യുന്നത്. രവി യോഗം ചെയ്യുന്ന പോലെയല്ല ചന്ദ്രൻ യോഗം ചെയ്യുന്നത്. അപ്പം അവരുടെ കോമ്പിനേഷൻ ആ ഒരു പെർട്ടിക്കുലർ ഭാവത്തിൽ, ഒരു പർട്ടിക്കുലർ രാശിയിൽ, ഇപ്പം മേടൻ രാശിയിൽ 2ാം ഭാവത്തിൽ കേതു നിൽക്കുകയും, 2ാം ഭാവമായിട്ട് കേതു നിൽക്കുകയും അവിടെ രവിയോഗം വരികയും ചെയ്യുന്ന രീതിയല്ല തുലാം രാശി 2ാം ഭാവമായി വരികയും അവിടെ രവിയോഗത്തോട് കൂടിയിട്ട് കേതു നിൽക്കുകയും വരുമ്പം അങ്ങനെയല്ല. അപ്പോൾ അവിടെ വ്യത്യാസം. അപ്പോൾ അവിടെ ആ യോഗം ചെയ്ത ഗ്രഹത്തിൻ്റെ ടോണിന് വ്യത്യാസം വന്നു. മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് ഡീപ്പായിട്ടാണ്. അപ്പം ഈ 3 റൂള് മെയിനായിട്ട്, ഒന്ന് സൈക്കോളജിക്കൽ ടോൺ ഓഫ് സൈൻ അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എക്സ്പ്രഷൻ ആണ് സൈൻ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്പർ ടു എന്ന് പറയുന്നത് സർക്കംസ്റ്റാൻഷ്യൽ ടോണ് അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഭാവം എന്ന് പറയുന്നത്. നമ്പർ 3 എന്ന് പറയുന്നത് പ്ലാനറ്റിൻ്റെ സൈക്കോളജിക്കൽ ടോണാണ്. പ്ലാനറ്റ് അഥവാ ഗ്രഹം, ഗ്രസിക്കുന്നതെന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈക്കോളജിക്കൽ ടോണാണ്. ഇനി അടുത്ത നമ്പർ 4 എന്ന് പറയുന്നത് എലമെൻ്റാണ്. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഗ്രഹങ്ങളുടെ രാശിയുടെയും എലമെൻറ്റ്സ് തമ്മിലുള്ള ഇത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം മേടൻ രാശി കുജൻ്റെ രാശിയാണ്, രവി ഉച്ചനാവുന്ന രാശിയാണ്. അപ്പോൾ അതൊരു അഗ്നിരാശിയാണ്. ആ അഗ്നിരാശിയുടെ അവിടെ ശനി നീചനാവുന്ന സ്ഥലമാണ്. ആലോചിക്കണം, ശനി അവിടെ നീചനാവുന്ന സ്ഥലമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ വായുഗ്രഹമായിട്ടുള്ള ശനി അവിടെ ചേരുന്നില്ല. അപ്പോൾ ഒരു ഡിലേ, ആ സ്മോക്കിൻ്റെ ഒരു ഡിലേ വരും. ഇപ്പോൾ ഒരു ഇടിമിന്നൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിന്നലിൻ്റെ വെളിച്ചം വരുന്നതിനനുസരിച്ച് ആ ശബ്ദം വരില്ലല്ലോ. അപ്പോൾ ഒരു ഡിലേ വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരു വേഗതയ്ക്കനുസരിച്ച്. അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിലും അതിൻ്റെ പഞ്ചഭൂത തത്വങ്ങൾക്കനുസരിച്ച് വേരിയേഷൻസ് വരും. ഇപ്പോൾ മെർക്കുറി എന്ന് പറഞ്ഞ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഭൂമിരാശിയുടെയും വായുരാശിയുടെയും അധിപനാണ് മെർക്കുറി. വെള്ളം രാശിയിൽ, അതായത് ജലരാശിയിൽ ഭയങ്കര ബലക്കുറവായിരിക്കും. അറിവുകൾ എപ്പോഴും വെള്ളത്തിനടിയിൽ കിടക്കുന്നത് പോലെയായിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? ബുധൻ അങ്ങനെയാണ്. ജലരാശിയിൽ ബുധന് ഭയങ്കര ബലക്കുറവാണ്, ബലക്ഷയമായിരിക്കും. അതേ സമയത്ത് ജലരാശിയിൽ ഏറ്റവും ബലം വരുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ക്രിയേറ്റീവാണ്, വാട്ടറാണ്, ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അവിടെ ഏറ്റവും ബലം വരുന്ന ഗ്രഹമാണ് ശുക്രൻ. അതേസമയത്ത് ഭൂമിരാശിയായിട്ടുള്ള ഭൂമിരാശിയായിട്ടുള്ള 6ാം ഭാവം നിത്യേന, അതായത് കാലപുരുഷൻ്റെ ഡെയിലി റൊട്ടീനാണ് 6ാം ഭാവം. നമ്മുടെ കൃത്യനിഷ്ഠയാണ്, ഇതെല്ലാം 6ാം ഭാവമാണ്. അപ്പോൾ അവിടെ ബുധൻ ഉച്ചനാവുമ്പം, നിഷ്ഠ വരുമ്പം അവിടെ ശുക്രൻ നീചനാവാണ്. ഭൂമിരാശിയിൽ നിലനിൽപ്പിൻ്റെ അവിടെ നീചനാവുക ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, ഋഷിമാർ എന്തുകൊണ്ട് കൊടുക്കുന്നു? അവിടെ ശുക്രൻ നീചനാവുന്നു. അതേസമയത്ത് 12ാം ഭാവം കാലപുരുഷൻ്റെ മോക്ഷസ്ഥാനവും കൂടി ആയിട്ടും അവിടെ ആ കടൽ രാശിയിൽ വ്യാഴത്തിന് ശുക്രനെ ഇഷ്ടമല്ല. പക്ഷേ ശുക്രന് എന്നാലും ആ കടൽ രാശിയിൽ പോയി, ആ വിസ്ഡം രാശിയിൽ, ക്രിയേറ്റീവ് രാശിയിൽ, അമൃതവർഷത്തിൻ്റെ രാശിയിൽ, മോക്ഷരാശിയാണ്, ആ രാശിയിൽ ഉച്ചനാവുന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയത്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു, പഞ്ചഭൂത തത്വങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് ഈ ഗ്രഹങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ഏകദേശം അതിനൊക്കെ അനുസരിച്ചാണ് ഇവരുടെ ശത്രുമിത്ര സ്ഥിതിയൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നോക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ദ്വിഗ്രഹ യോഗം നമുക്ക് പഠിക്കാൻ. ഇത്രയും റൂളുകൾ മനസ്സിലാക്കാതെ ചുമ്മാതെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഇടുന്ന എഫേർട്ടിനൊന്നും ഒരു ഫലമില്ല. നിങ്ങൾക്കിങ്ങനെ കണ്ടുപോകാം എന്നുള്ളതല്ലാതെ വലിയ ഫലമില്ല കേട്ടോ. അപ്പോൾ അത് പഠിക്കുക. അടുത്തത് എന്ന് പറയുന്നത് രാഹുവിനോടൊപ്പം യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ നമുക്ക് തരുന്ന സൂചന എന്ന് പറയുന്നത് പൂർവജന്മ പ്രാരാബ്ധങ്ങൾ എന്തൊക്കെയാണെന്നും അതോടൊപ്പം തന്നെ ഈ ജന്മത്തെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും കാര്യങ്ങൾ നമുക്കിതിൽ കാണിച്ചു തരും. രാഹുവിനോടൊപ്പം യോഗം ചെയ്യുന്നു. ഇപ്പോൾ വ്യാഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുരുത്വദോഷിയായിട്ടും ജീവിക്കാം. ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ചിന്താഗതികളുമായിട്ട് കാലഹരണപ്പെട്ടു പോയിട്ടുള്ള യാഥാസ്ഥിക രീതികളിൽ നിന്ന് മാറി രാഹു വേറൊരു തലത്തിലേക്ക് അത് കൊണ്ടുവന്നിരിക്കും. പ്രത്യേകിച്ച് 10ൽ രാഹു ഒക്കെ നിൽക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ, അങ്ങനെ നിരവധി ആൾക്കാരുടെ ജാതകത്തിൽ ഞാൻ ഈ യോഗം കണ്ടിട്ടുണ്ട്. അപ്പം രാഹു 10ൽ നിൽക്കുന്നത്. അപ്പോൾ അവരൊരു ഗെയിം ചേഞ്ചേഴ്സാണ്. പൂർവജന്മ പ്രാരാബ്ധങ്ങൾ തരുന്ന സൂചനകൾക്കനുസരിച്ച് ഈ ജന്മം എങ്ങനെ ഭംഗിയാക്കി എടുക്കാം എന്നുള്ള സൂചനയാണ്
രാഹുവിനോടൊപ്പം യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ തരുന്നതെന്ന് ഞാൻ പറഞ്ഞു. രാഹുവിനോടൊപ്പം യോഗം ചെയ്യുന്ന ഗ്രഹമാണ് നമ്മളെ സെൽഫ് ഇമേജിലേക്ക് ഫോക്കസ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് റോൾ ഫോർ എവല്യൂഷണറി ഇൻറ്റൻഷനാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ആ രാഹു നിൽക്കുന്ന ഭാവം കൊണ്ടുണ്ടാകുന്ന ഫാൻറ്റസികൾ എന്തൊക്കെയാണ് നമ്മളെ നശിപ്പിക്കുന്നതെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മളെ അതിൽ നിന്ന് മാറിയാൽ നമ്മൾ രക്ഷപ്പെടുന്നത് എന്തൊക്കെ വഴിയിലൂടെയാണ് എന്നുള്ളത്, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതും ഒക്കെ ഒരു വലിയ വാറ് പോലെയാണ്. ആ കേതുവും രാഹുവും എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ഒരു വാറ് പോലെയാണ്. അത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതിനനുസരിച്ചൊരു യുദ്ധം പോലെയാണ് ജീവിതം. നമ്മളെ നശിപ്പിക്കാൻ പോകുന്ന നെഗറ്റീവുകൾ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസാണ് നമ്മളെ ഫാസിനേഷൻ കൊണ്ട് ലോകം നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടിയത് കാരണം അതെടുത്തിട്ട് നമ്മൾ നശിക്കാൻ പോയതോ അല്ലെങ്കിൽ നമ്മളെ താഴേക്ക് കൊണ്ടുപോയതെന്നും എന്തൊക്കെയാണ് നമ്മളെ മുന്നിലേക്ക് നയിച്ചത്, എന്തൊക്കെയാണ് നമ്മൾ എടുത്ത തീരുമാനങ്ങളാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നതും എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. അപ്പം രാഹു നിൽക്കുന്ന രാശി, രാഹുവുമായിട്ട് യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ നമുക്ക് പുതിയൊരു എവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ക്രൈസിസിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ ഈ ജന്മത്തിൽ നമ്മൾ ഫാൻറ്റസികളുടെ പുറകിന് പോയി നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും കൂടെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ബേസിക് വിർച്യൂസ് തൊട്ട് നമ്മുടെ വിസ്ഡം വരെയുള്ള ലെവലിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് വാസ്തവത്തിലും രാഹു നിൽക്കുന്ന ഭാവം തരുന്നത്. അതിൻ്റെ നേരെ 7 രാഹുവിൻ്റെ 7ാം ഭാവമാണ് പൂർണ്ണത. രാഹുവിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്, രാഹു നിൽക്കുന്ന ഭാവം കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് ഡെപ്റ്റാണ്. 7ാം ഭാവം കേതുവാണ്. ഇവർ ചില ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ്, പരസ്പരം വിട്ടുകൊടുക്കത്തില്ല. കേതു ആത്മാവിൽ പതിച്ചിരിക്കുന്ന രോഗമാണെങ്കിൽ, ഡിസീസ് ആണെങ്കിൽ, രാഹു എന്ന് പറയുന്നത് ആത്മാവിനെ ശുദ്ധമാക്കാനുള്ള വഴികളും അനുഭവങ്ങളും കൊണ്ടുതരുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും രാഹു തരുന്ന പെയിനുകൾ, രാഹു തരുന്ന ബ്രേക്കപ്പുകൾ, രാഹു തരുന്ന വേദനകളൊക്കെ ജീവിതത്തിൻ്റെ ഒരു തലവും കൂടെ നമ്മളെ മേളിലേക്ക് എത്തിക്കുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് താങ്ക്സ് പറയും. ആ ബന്ധം മുറിഞ്ഞു പോയത് അല്ലെങ്കിൽ ആ ഫാൻറ്റസി പോയതാണ് നല്ലത് എന്ന് നമുക്ക് തോന്നും. കാരണം അതങ്ങനെയാണത്. അതുകൊണ്ട് തന്നെ കേതു നിൽക്കുന്ന ഭാവത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നമുക്കുള്ളതായിരിക്കും. അതൊരു വേദനയായിരിക്കും. അത് നമുക്ക് ഒട്ടും ഇട്ടെറിഞ്ഞിട്ടോ കളഞ്ഞിട്ടോ നമുക്ക് പോകാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും കേതു നിൽക്കുന്ന ഭാവത്തിൽ. രാഹു എന്ന് പറയുന്ന ഗ്രഹം തരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്തതിനെ മുറിച്ച് കളയുന്നതായിരിക്കും. അപ്പം കേതു ഡെപ്റ്റ് ആണെങ്കിൽ കർമ്മം ക്ഷയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ എവിടെയൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് രാഹു. ആ പോകുന്ന വഴിയിൽ നമ്മുടെ കണ്ണിനും മനസ്സിനും നമ്മളെ ഫാസിനേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിലൊന്നും കുടുങ്ങാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കാണിച്ചു തരുന്ന ഗ്രഹമാണ് രാഹു. കേതു നിൽക്കുന്ന ഭാവത്തിൻ്റെ സൂചന ദുഃഖമായിട്ട് വരുന്നതിനെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് സമയം കളയാതെ ഇരിക്കുക. രാഹു നിൽക്കുന്ന ഭാവം നമ്മുടെ കർമ്മക്ഷയത്തിനുള്ള വഴിയാണെന്നും കാലം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം പൂർത്തീകരിക്കാൻ രാഹു നിൽക്കുന്ന ഭാവം നമ്മളെ സഹായിക്കും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ഒന്നും നാളെയാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതിരിക്കുക. രാഹു നിൽക്കുന്ന ഭാവം എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് തരും. ആ ഇൻസെക്യൂരിറ്റി ഓവർകം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ജന്മത്തിൻ്റെ നിയോഗം നമുക്ക് ഓരോരുത്തർക്കും പൂർത്തീകരിക്കാൻ പറ്റും. പിന്നെ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ശരിയായിക്കോളും എന്ന് വിചാരിച്ച് രാഹു നിൽക്കുന്ന ഭാവത്തെ കളയരുത്. ടൈം ഡസ് നോട്ട് ഡു ഇറ്റ് എനിത്തിങ്, യു ഡു ഇറ്റ്. കാലം ഒന്നും ചെയ്യില്ല, അവസരങ്ങൾ മാത്രമേ തരൂ. കാലം ഗ്രൗണ്ടുകൾ ഒരുക്കി തരത്തേ ഉള്ളൂ, ചെയ്യേണ്ടത് നമ്മളാണ്. അടുത്ത ക്ലാസ് മുതൽ ഓരോരോ ഗ്രഹങ്ങൾ യോഗം ചെയ്യുമ്പോഴുള്ള ഫലം എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ പറയുന്ന റൂൾസ് വെച്ച് തന്നെ നിങ്ങളുടെ ജാതകങ്ങൾ നിങ്ങൾ പരിശോധിച്ചിട്ട് രാഹുകേതുക്കളോടൊപ്പം യോഗം ചെയ്തിരിക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ തരുന്ന സൂചനകളും വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും കൂടെ വെച്ച് നിങ്ങളൊരു വിശകലനം ചെയ്ത് നോക്കുക. ഒരു നല്ല തെളിച്ചം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.